ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. നമുക്കിന്നിവിടെ കപ്പ വെച്ച ഒരു അടിപൊളി മുറുക്കുണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളുകപ്പ എടുത്തിട്ടുണ്ട്. വെള്ളുകപ്പ എന്ന് പറഞ്ഞാൽ പച്ചക്കപ്പ അരിഞ്ഞ് വെയിലത്തിട്ട് ഉണങ്ങി എടുത്തിട്ടുള്ളതാണ്. ഇതിനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. വെള്ളുകപ്പ ഞാനിവിടെ പൊടിച്ചടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്നും ഒരു കപ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വറക്കാത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ്. കറുത്ത എള്ള് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനിയും 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ്ക്ക് പകരം എണ്ണ ചേർത്ത് കൊടുത്താലും മതി. എങ്കിലും നെയ്യ് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയും കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. മാവ് ഞാനിവിടെ കുഴച്ചെടുത്തു. ഇനി ഇതൊരു സേവനാഴിയിലേക്ക് ഫില്ല് ചെയ്ത് മുറുക്കുണ്ടാക്കിയെടുക്കാം. മുറുക്കുണ്ടാക്കുമ്പോഴേ ഈ നക്ഷത്ര ഡിസൈനുള്ള ചില്ലാണ് യൂസ് ചെയ്യേണ്ടത്. മാവ് സേവനാഴിയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു വാഴയില മയം പുരട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മാവ് മുറുക്കിൻ്റെ ഷേപ്പിലൊന്ന് പിഴിഞ്ഞെടുക്കാം. മുറുക്ക് വറുത്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പേ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന മുറുക്കിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ മുറുക്കിട്ട് കൊടുക്കാവുള്ളൂ. അതുപോലെ മുറുക്കിട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോകാതെ സൂക്ഷിക്കുകയും വേണം. ഇതൊരു വശം ഇവിടെ മൂത്തു. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിം ആണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ ലോ ഫ്ലെയിം ആണെങ്കിൽ എണ്ണ കുടിക്കുകയും ചെയ്യും. നമ്മുടെ മുറുക്ക് ഇവിടെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള മുറുക്ക് കൂടി ഇതുപോലെ വറുത്തെടുക്കാം. മുറുക്കെല്ലാം ഞാനിവിടെ വറുത്തെടുത്തു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുറുക്കാണ്. അതുപോലെ തന്നെ കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ്. ഇത് വളരെ സിമ്പിളുമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് എനാബിൾ ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ബൈ ബൈ.